ഹായ്, ദിലീഷ് അഗ്രി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഞ്ചി പറിക്കാനാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ മരട് പറിച്ചാൽ ഇഞ്ചി അത്യാവശ്യമുണ്ട്. അതൊക്കെ ഇതിലുണ്ട് ഇഞ്ചി പറിക്കാൻ. അപ്പോൾ അടുത്ത മരടും കൂടെ പറിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാൻ ഇതിലിങ്ങനെ വന്നതാണ്. അപ്പോൾ ഇഞ്ചി അത്യാവശ്യം ഉണ്ടേനി. ഈ ഇപ്പോഴൊക്കെ പറിക്കുന്ന വെച്ചാൽ നമുക്ക് നല്ല മൂത്ത ഇഞ്ചി ആയിരിക്കും കിട്ടുക. നല്ല മൂത്ത ഇഞ്ചി ഉണ്ടാക്കുക. അപ്പോൾ അത് വലിയ ഞങ്ങളങ്ങനെ വളം ചെയ്തിട്ടില്ല. ഒറ്റ പ്രാവശ്യം മാത്രമേ ഈ വളം ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്താ ഈ ഇതിലൊക്കെയാണ് ചെറിയൊരു കഷ്ണത്തെ ഈ ഒരു കഷ്ണം വെച്ച ഇഞ്ചി അത്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഉണ്ടായത്. ഇപ്പോൾ ഗ്രോ ബാഗിൻ്റെ അത്ര ഇല്ല കേട്ടോ. ഗ്രോ ബാഗിൽ ഞങ്ങൾക്ക് ഇതിനെക്കാട്ടി ഉണ്ട്. അപ്പോൾ ഇനി വെച്ചത് ഇതായിപ്പോൾ കുറേ മരട് കേട് വന്നിരിക്കണം. അത് കാണാത്തത് ഓർഗാനിക് വളം മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. ഇംഗ്ലീഷ് വളം ഇട്ടാൽ അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഇംഗ്ലീഷ് വളം ഇട്ടാൽ എന്താ വെച്ചാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. അതൊന്നുമില്ല. നല്ല തോലൊക്കെ ഇത് ഞാൻ കണ്ടോ, ഇതാണ് ഇഞ്ചി. അവിടെ വേരൊക്കെ ചത്തു തുടങ്ങിയാണ്. ഇഞ്ചി പറിക്കേണ്ട സമയമായി തുടങ്ങിയത്. ഇതിലും മരട് കുറവാണ്. ഇതൊരുവിധ സമയവും മാന്തിപ്പോണം. മാന്തിപ്പോഞ്ഞാൽ ഇഞ്ചി ചൂടത്തെ നാശാവും. അതാ വെയിൽ കൊണ്ടിട്ട് നാശമായതാണ്. പറിക്കേണ്ട സമയം തെറ്റി തുടങ്ങിയാണ്. ഇഞ്ചി കേടുന്നു ഇതുണ്ടാ പറിക്കാൻ തെറ്റിട്ട്. ടൈം തെറ്റിയാലും ഇഞ്ചി കേടുന്നു. ഇഞ്ചി കേടാണ് കുറേ. ഒരു ചേമ്പുണ്ട് കേട്ടോ. ഇഞ്ചിൻ്റെ അടുത്തൊരു ചേമ്പും കിട്ടി. ഒരു വിത്തായിട്ട് കിടന്നാണ്. ഇത് വേര് ഒരുവിധം ഇതായാലപ്പം നമ്മൾ അത് പറിച്ചു പോകണം. അതിനുകൊണ്ടാണ് ഇഞ്ചി നമുക്ക് നഷ്ടം വരുന്നത്. പോയിക്കോട്ടല്ലേ. എൻ്റെ ഇത് മണ്ണിര കമ്പോസ്റ്റ് ഇട്ടിട്ട് അതിൽ മണ്ണിര കമ്പോസ്റ്റില്ല ഇതാണ് കർമ്മൂസ്. എന്നാൽ ഒരു ഞങ്ങൾ മണ്ണിര കമ്പോസ്റ്റ് ഇടലുണ്ട്. അപ്പോൾ ആ മണ്ണിര കമ്പോസ്റ്റ് കിടന്ന് അതിൻ്റെ ഇടയിൽ വിട്ടുപോയ ഇഞ്ചി എന്നാണ് അതിൻ്റെ ഇതിൻ്റെ ഇടയിലാണ് ഇഞ്ചി വന്നത്. അത് പൊന്തിപ്പോയി, വേര് പൊന്തിപ്പോയതാണ്. ഉണ്ടോ മഞ്ഞളുടെ വിത്തും കടന്നു. മഞ്ഞളുടെ വിത്ത് ഇഞ്ചി ഇത് പടുവളം മുളച്ചതാണ്. ഇഞ്ചി മഞ്ഞൾ ഉണ്ട്, അത്യാവശ്യമുണ്ട്. നല്ല മഞ്ഞൾ അത്യാവശ്യമുണ്ട്. ഇത് മാന്തേണ്ട സമയം തെറ്റിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ് വന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നല്ല നനച്ചിന് ഇഞ്ചി. അപ്പം അങ്ങനെ മഞ്ഞൊരു ഇഞ്ചി രസം ഉണ്ടായി ഞങ്ങൾക്ക്. ഇഞ്ചി കുറവാണ്, കൊല്ലം വളരെ കുറവാണ്. ഈ കാലാവസ്ഥേൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. മഴ, ഇത് മഞ്ഞളാണ്.
മഞ്ഞൾ അത്യാവശ്യം ഉണ്ട്. ഇതാ അത് കടുവോളം മുളച്ചതാണ്, അതിൽ കിടന്ന് ഇതായതാണ്. ഒരു മരടേക്ക് ഇതൊക്കെ ഒരു മരടിൽ ഉണ്ടാകുന്നിടത്തോളം മാക്സിമം ഇതൊക്കെ കഴിക്കണം. ചില മരട് നല്ലോണ്ട്, ചിലത് കുറവാണ്. ഉണ്ടോ, നാടൻ ഇഞ്ചിയാണ്, നാടൻ മുളട്ട് ഉണ്ടാക്കിയതാണ്, അതിനോടാണ് കുറവ്. പൊട്ടാഷ് കൂടുതൽ ഇട്ടാൽ നല്ലതാക്കും. പൊട്ടാഷ് ഒന്നും ഇട്ടല്ലേ ഇഞ്ചിക്ക്. ഇതുണ്ട് ഒരു മരട്, ഇത് അത്യാവശ്യം മരട് ഉണ്ട് കേട്ടോ, നല്ല ഇഞ്ചിയാണ്. ഇത് നല്ലൊരു ഇതാണ്. വേര് ചത്തിട്ടില്ല, ഇതിന് നനച്ചു കൊടുക്കണതിനോണ്ടാണ്. ഇഞ്ചിക്ക് നനച്ചു കൊടുത്താൽ അങ്ങനെ വിത്തുകൾ ഇങ്ങനെ ഇതാവും. നല്ല വിത്തുകളുണ്ടോ. ഒരു ഇഞ്ചിയൊക്കെയാണ് ഇത് വെച്ച് കുഴിച്ചിട്ട്. ഇഞ്ചിയൊക്കെ വളരെ ചെറിയൊരു ഇഞ്ചിയാണ് കേട്ടോ, 250 ഗ്രാം ഇഞ്ചി ഉണ്ടാവും. ഇവിടെ മൂന്നാമത്തെ ഏരാണ് കേട്ടോ പറയുന്നത്. ഇതൊന്നും ഞങ്ങൾ സെയിലിൽ ഉണ്ടാക്കണതല്ല കേട്ടോ, ഞങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ഇതൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് ഗ്രോ ബാഗിൽ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല സാധനം ഉണ്ടാണ്ട് തുടങ്ങി. പിന്നെ അടുത്ത് ഞാൻ ഗ്രോ ബാഗിലാണ് ഇനി എൻ്റെ കൃഷി രീതികളൊക്കെ ചെയ്യുക. കൂടുതലായിട്ടും ഗ്രോ ബാഗിലാണ് ഉണ്ടാക്കുക. ഗ്രോ ബാഗിൽ ഉണ്ടാക്കിയാൽ ഇഞ്ചി കൂടുതൽ കിട്ടും, കൂടുതൽ കിട്ടുന്നുണ്ട്. ഈ മഞ്ഞളാണ് അല്ലേ, മഞ്ഞൾ ഒരു 2-3 ഒരു മഞ്ഞളൊക്കെ ഒറ്റ മരട് ഇതുണ്ട്, ഒരു ഒറ്റ മരടാണ്. പടുവള വളച്ചിട്ടുണ്ടായതാണ് ഒക്കെ, കുഴിച്ചിട്ടൊന്നുമല്ല. കുഴിച്ചിട്ട് തന്നെ അത് പുറമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എടുത്തിട്ടാണ് കേട്ടോ. ഇത് 2 മരടാണ്. ഇനി ഞങ്ങൾക്ക് കുറേ കൂടെ മാന്താണ്ട് മഞ്ഞൾ. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ഇങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കൊക്കെ ശരിക്കും ബാധിച്ചു. ഇത് ആകെ 2-3 മരടുള്ളേനി സാധനം കേട്ടോ, കുറച്ചുള്ളേനി. ഞാൻ ആ ഇഞ്ചി ലേരുണ്ടായപ്പോഴേ ലേശോട്ട് ഇത് മഞ്ഞളോ, ഓരോ മരട് മഞ്ഞൾ 1 കിലോൻ്റെ അടുത്തുണ്ട്. നല്ല വിത്താണ്. മഞ്ഞളൊക്കെ ഞങ്ങൾ ഉണക്കിയിട്ട് പൊടിയൊക്കെ ഇട്ട് വെക്കണ ആൾക്കാരാണ്. അപ്പോൾ അതിൽ നമുക്ക് ലേശം പ്രോഫിറ്റ് കൂടുതലുണ്ട്. നഷ്ടം എങ്ങനെ നോക്കിയാൽ അത് വലിയ ലാഭകരമൊന്നുമല്ല, പണി വെക്കുമ്പോൾ വെക്കൂല. പക്ഷെ നമുക്ക് പണിയില്ലാത്ത സമയത്ത് ഒരു 500 ഗ്രാമൊക്കെ പോവുകയാണെങ്കിൽ
പുറപ്പെട്ടു അല്ലേ. ഇത് വെയിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയായത്. ഒറ്റ മരട് ഇഞ്ചിൻ്റെ വലിപ്പം നോക്കിയാണ്. ഇങ്ങനെ അടക്കടക്കായിട്ട് ഇഞ്ചിട്ടോ. അതിലൊരു മരട് വീടും പോയി. ഒറ്റ മരട് ഇഞ്ചിയാണ് കണ്ടോ. അപ്പോൾ നല്ല ഇഞ്ചി ഉണ്ടാകേണ്ട മണ്ണാണിത്. ചുവന്ന മണ്ണാണ്.